മജഫദമുൻ സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സുന്നിപ്പള്ളിക്കലുള്ള ഒരു ഖതീബ് കഴിഞ്ഞ ഒരു സമയത്ത് പ്രസംഗിച്ചു. അങ്ങനെ ഉണ്ടാവില്ല. മൂപ്പര് ജയിലിൽ കടന്നിട്ട് ജയിലിൽ നിന്ന് മൂപ്പര് ഓരോ വക്കത്തിലെ ജമാഅത്തിനും അടുത്ത പള്ളിയിലെത്തിയിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല. ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് വാർദ്ധന കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? കാലൊക്കെ കെട്ടി കുരങ്ങിനെ പോലെ ബാക്കൊക്കെ ഒരു ബാലൊക്കെ ഇട്ട് ഔലിയായി നടക്കുന്ന ഒരു മൂലിയാരി വെള്ളിയാഴ്ച ജുമാക്ക് പ്രസംഗിച്ചതാണ്. എന്ത് അങ്ങനെ താരീഖിൽ എവിടെയും കോമൺ താരീഖിലില്ല. കോമൺ ഹിസ്റ്ററിയിൽ അങ്ങനെ മുപ്പത് ഓരോ വക്കത്തിലും ആര് ജയിലിലാക്കിയെന്ന് കോമൺ ഹിസ്റ്ററിയിലുണ്ട്. അതേസമയത്ത് ഓരോ വക്കത്തിലും ജമാഅത്തിലും പങ്കെടുത്തിരുന്നൊന്നുമില്ല. ഇനി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അറിയാതെ അദ്ദേഹം വലിയ മലയാളിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജയിൽ വാർഡന് കൈക്കൂലി കൊടുത്തണം. അതാണ് ഖിയാമത്ത് നാൾ. അതാണ് ഇന്നത്തെ സുന്നി. ഒറ്റയ്ക്ക് വെച്ചാൽ ഏതാ പള്ളി ഞാൻ പറഞ്ഞുതരാം, ഏതാ മൂല്യം പറഞ്ഞുതരാം. വേണ്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നി സ്ഥാപനത്തിലെ ഒരു പ്രൊഫസർ ഈ കഴിഞ്ഞ കൊല്ലം കുട്ടികൾക്ക് ക്ലാസ്സിനിടയിൽ പറഞ്ഞു, അദ്ദേഹം വെയിറ്റ് ചൊല്ലിയപ്പോൾ ചെങ്ങല പൊട്ടിയെന്ന് താരീഖിലില്ല, കോമൺ ഹിസ്റ്ററിയിൽ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ പറയാണ്, അതൊന്നും അംഗീകരിക്കാൻ പാടില്ല, അതൊന്നും നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. അപ്പോൾ ഒക്കെ എവിടെ എഴുതണം? കോമൺ ഹിസ്റ്ററിയിൽ മുഹമ്മദ് മുസ്തഫ സിദ്റത്തുൽ മുൻതഹയിൽ പോയിന്നില്ലല്ലോ. അപ്പോൾ അത് വിട്ടിക്കളാം. ഈ ജാതി പോത്തുകളാണ് ഇന്നത്തെ കാലത്തെ കോളേജ് സുന്നി പ്രൊഫസർമാർ. പോത്തുകൾ. ഈ ജാതി പോത്തുകളെ ക്ഷമിക്കൽ നമ്മൾ ബാധ്യതയാണ്. അതുപോലെ മൗലാന പോലെയാണ് വലിയ സ്റ്റേജുകളിൽ ഇരിക്കുന്ന ഒന്നാം റോയിൽ അല്ലെങ്കിൽ രണ്ടാം റോയിൽ ഇപ്പോഴും ഒരു കസേരയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനങ്ങൾ പോലുണ്ട്. ആ സ്റ്റേജിൻ്റെ മേലോരുണ്ട്. നിങ്ങൾ ഇന്നെ നോക്കി ജയിപ്പിക്കണ്ട. നടന്നിട്ടുണ്ട്. സാക്ഷികളെ ഹാജരാക്കാം. ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളെ ഞാൻ ഹാജരാക്കാം. ദാറുൽ ഖുർആനിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എടാ, ആ ആൾക്ക് നടക്കാത്തത് എന്താ? ഈ കണ്ണുനീര് വറ്റിയിട്ടില്ല. എന്ത്? അങ്ങനെയോടുള്ള ഇഷ്ടം കാരണം ആ ആൾക്ക് നടക്കാത്തതെന്താ? നമുക്ക് നടക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനത്തെ ഒരു പ്രേമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം അടിമപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയോട് ഇല്ല. അപ്പം നമുക്ക് ഒന്നും നടക്കൂല. ആ വ്യക്തിക്ക് നടക്കാത്തതില്ല. കരഞ്ഞോർക്കെല്ലാം നടക്കും. ഇതൊക്കെ കരഞ്ഞോല. നമ്മൾ കരഞ്ഞിട്ടില്ല. നമ്മൾ കടം തീരാത്തനായിരുന്നു. 69,000 കഴിഞ്ഞു ഇപ്പോഴും കടം പിടിച്ചില്ല. സ്ഥലം കടം വേണം വേണ്ടി വരുന്നവരോട് ഇവരൊന്നും പോയി കിട്ടണല്ലോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയും 70,000 സലാത്തുൽ ഫാത്തിമ ചൊല്ലിക്കോ. അപ്പോൾ തിരുപ്പതിയായി പോയി. അപ്പോൾ പിന്നെ അവർ വന്ന് വിളിക്കും, എന്ത് 70,000 കഴിഞ്ഞു ഉസ്താദേ, കടം വീടില്ല.